അപ്പോൾ ഇന്ന് ഉള്ളത് MS പ്രൊജക്റ്റാണ്. അപ്പോൾ MS പ്രൊജക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് നമ്മളെ എക്സൽ ഷീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ MS പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ പ്രോജക്റ്റ് ഓൺ ആക്കാം. പ്രോജക്റ്റ് ഓൺ ആക്കിയിട്ട് ബ്ലാങ്ക് പ്രോജക്റ്റ് ഓപ്പൺ ആക്കിയ ശേഷം നേരെ നമ്മൾ പ്രോജക്റ്റിലേക്ക് പോകാം. പ്രോജക്റ്റിൽ പോയിട്ട് എന്താക്കുക, ചേഞ്ച് വർക്ക് ആൻഡ് ടൈം ആഡ് ആക്കുക. ചേഞ്ച് വർക്ക് ആൻഡ് ടൈമിൽ ക്രിയേറ്റ് ന്യൂ കലണ്ടർ ക്ലിക്ക് ആക്കുക. അതിൽ സ്റ്റാൻഡേർഡ് ഓക്കെ, ഇതേപോലെ തന്നെ വേറൊന്നും മാറ്റാൻ നിൽക്കേണ്ട, ഓക്കെ കൊടുക്കുക. അതിനുശേഷം വർക്ക് വീക്സ് കൊടുക്കുക. വർക്ക് വീക്സിൽ നേരെ ഡീറ്റെയിൽസിലേക്ക് പോവുക. ഡീറ്റെയിൽസിൽ പോയ ശേഷം എന്താക്കുക, മണ്ടേന്ന് ലെഫ്റ്റ് ക്ലിക്ക് നോക്കിയിട്ട് ഫുള്ള് ഡ്രാഗ് ആക്കിയിട്ട് സെലക്ട് ആക്കുക. അതിനുശേഷം നമ്മുടെ സെറ്റ് ആക്കാണ്ട് അത് നമ്മൾ ഏതാ കൊടുക്കണം ഇവിടെ, ഐ മീൻ സെലക്ട് ഡേയ്സ് ഇൻ സ്പെസിഫിക് വർക്കിംഗ് ടൈംസ് ക്ലിക്ക് ആക്കുക. അതിനുശേഷം നമുക്ക് ഈ ടൈം മാറ്റാം. ഈ ടൈം അവിടെ നമുക്ക് ടീച്ചർ തരും, അതാണ് നമ്മൾ ആഡ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ 7:30 കൊടുക്കുന്നത്. ഞാനിവിടെ 7:30 to 12:30 ആണ്. 12:30. അതേപോലെ 13:30, 1:30 മുതൽ 13:30 മുതൽ 18:30 വരെ. ഓക്കെ, അപ്പോൾ 18:30 കൊടുക്കുക. അപ്പോൾ അതെല്ലാം റെഡിയായി. അത് ഞാൻ എന്താക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് റെഡിയായി. അതിന് നേരെ ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻസിൽ പോയ ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ മുതലാണ്. അപ്പോൾ മൺഡേ ക്ലിക്ക് ആക്കുക. മൺഡേ ക്ലിക്ക് ആക്കുക. ഇത് ഫേഷ്യൽ ഇയർ സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏപ്രിലാണ്. ഏപ്രിൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡിഫോൾട്ട് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് എത്ര കൊടുക്കണോ, സ്റ്റാർട്ടിംഗ് ടൈം 7:30 ആണ്. അപ്പോൾ നമ്മൾ നേരെ 7:30 കൊടുക്കുക. എൻഡിങ് ടൈം എന്ന് പറയുന്നത് 8:30 ആണ്. അപ്പോൾ നേരെ 18:30. അപ്പോൾ 18:30 അതും കൊടുക്കുക. പെർ ഡേ എത്ര മണിക്കൂറുണ്ട്, 10 മണിക്കൂറാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ 10 മണിക്കൂർ കൊടുക്കുക. പെർ അവർ പെർ വീക്ക് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് 60 കൊടുക്കുക. പിന്നെ പെർ മന്ത് എന്ന് പറയുന്നത് 25 ആണ്. 25 കൊടുക്കുക. അപ്പോൾ അത്ര കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിലും ഓക്കെ കൊടുക്കുക. ഇനി നേരെ പ്രൊജക്റ്റ് ഇൻഫോർമേഷനിലേക്ക് പോവുക. പ്രൊജക്റ്റ് ഇൻഫോർമേഷനിൽ കലണ്ടറിൽ സ്റ്റാൻഡേർഡുള്ള കോപ്പി ഓഫ് സ്റ്റാൻഡേർഡ് ക്ലിക്ക് ആക്കണം. ഓക്കെ, അത് മാത്രമല്ല അതിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ എന്നാണ്. അപ്പോൾ ഏപ്രിലിലേക്ക് മാറ്റാം. ഏപ്രിൽ 1. ഓക്കെ, ഇത് മൺഡേ. ഓക്കെ, അത് ക്ലിയർ ഉണ്ട്. 30 ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മാറ്റാനുള്ളത് കലണ്ടർ നമ്മൾ ഓൾറെഡി മാറ്റി. എത്ര കോപ്പി ഓഫ് സ്റ്റാൻഡേർഡ് ആക്കി വെച്ച്. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ആക്കാം. അത് നമുക്ക് ഈ സൈഡത്തെ ഗ്രിഡിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കുക. റൈറ്റ് ക്ലിക്കിൽ നിൽക്കിയ ശേഷം ഇത് കലണ്ടർ, നമ്മൾ നേരെ പോകേണ്ടത് കലണ്ടറിലേക്കാണ്. അപ്പോൾ നെറ്റ്വർക്കിംഗ് ആൻഡ് ടൈമിൽ നിൽക്കുക. അതിനുശേഷം കലണ്ടർ കണ്ട ഈ കലണ്ടർ ക്ലിക്കാക്കിയിട്ട് കോപ്പി ഓഫ് സ്റ്റാൻഡേർഡ് അത് ക്ലിക്കാക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്താക്കി റൈറ്റ് ക്ലിക്ക് നോക്കി, റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെറ്റ്വർക്കിംഗ് ടൈം നോക്കി. നെറ്റ്വർക്കിംഗ് ടൈമിൽ നേരെ കലണ്ടറിൽ കോപ്പി ഓഫ് പ്രൊജക്റ്റ് നോക്കി. അതിന് ഓക്കെ നോക്കി. ഇനി നമുക്ക് ഇവിടെ ടാസ്ക് ഓരോരോ ടാസ്ക് എഴുതി കൊടുക്കണം. നമ്മളെ ടാസ്ക് ഏതല്ലോ എന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ് വെയിറ്റ് ആക്ക്. ഓക്കെ, നമ്മളെ ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ട് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തത് സ്റ്റാർട്ട് പ്രൊജക്റ്റ് അടിക്കുക. സ്റ്റാർട്ട് പ്രൊജക്റ്റ്. അതിന് താഴെ വരുന്നത് എന്ത്, എക്സൽ സൈറ്റ് വർക്ക്. ഇത് രണ്ടാമത്തേത് എന്തെന്ന് നമ്മളൊന്ന് പറയാം. ഒരു മിനിറ്റ്. രണ്ടാമത്തേത് ഇറക്റ്റ് സൈറ്റ് വർക്ക്ഷോപ്പാണ്. ഇറക്റ്റ് സൈറ്റ് വർക്ക്ഷോപ്പ്. ഓക്കെ, മൂന്നാമത്തേത് ഫെൻസ് സൈറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് കളക്ട് ആക്കിയിട്ട് ഫെൻസ് സൈറ്റ്. ഓക്കെ, നാലാമത്തേത് ബെൻഡർ എൻഫോഴ്സ്മെൻറ്റ്. റെൻഡർ എൻഫോഴ്സ്മെൻറ്റ്. അഞ്ചാമത്തേത് ഡിഗ് ഫൗണ്ടേഷൻ. ഓക്കെ, ആറാമത്തേത് ഫാബ്രിക്കേഷൻ സ്റ്റീൽ വർക്ക്. ഫാബ്രിക്കേറ്റ് സ്റ്റീൽ വർക്ക്. ഏഴാമത്തേത് ഇൻസ്റ്റാൾ കോൺക്രീറ്റ് പ്ലാന്റ്. ഇൻസ്റ്റാൾ സ്റ്റീൽ കോൺക്രീറ്റ് പ്ലാന്റ്. ഓക്കെ, അതിന് ശേഷമുള്ളത് പ്ലേസ് റീഇൻഫോഴ്സ്മെൻറ്റ്.
പ്ലേസ് റീൻഫോഴ്സ്മെൻറ്റ്. പ്ലേസ് 9ാമത്തേത് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ. പിന്നെ ഉള്ളത് പ്ലെയിൻ സ്റ്റീൽ വർക്ക്, പ്ലെയിൻ സ്റ്റീൽ വർക്കാണ്. പിന്നെ ഉള്ളത് ഇറക്റ്റ് സ്റ്റീൽ വർക്ക്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നോക്കും, ഇറക്റ്റ് സ്റ്റീൽ വർക്ക്. ഓക്കെ. പിന്നെ ഉള്ളത് ഗീവ് ഫിനിഷിംഗ് ടച്ചാണ്. ഫിനിഷിംഗ് വർക്ക്. അടുത്ത പിന്നുള്ളത് ഫിനിഷ് ദ പ്രോജക്റ്റ്, ഫിനിഷ് ഓഫ് പ്രോജക്റ്റ്. ഓക്കെ. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ബട്ടൺസ് എല്ലാം ഇല്ല അത് മാറ്റിയിട്ട് ഓട്ടോ സ്കെഡ്യൂളാക്കിയിട്ട് മാറ്റാമല്ല. ഓട്ടോ സ്കെഡ്യൂളിലേക്ക് മാറ്റിയെങ്കിൽ എല്ലാം മാറിക്കൊണ്ട് പോകും. ഓക്കെ, നമ്മളെല്ലാം ഓട്ടോ സ്കെഡ്യൂളിലേക്ക് മാറ്റി കൊടുക്കണം. ഓക്കെ. ഓട്ടോ സ്കെഡ്യൂളിലേക്ക് ഇട്ട് ഇനി നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓരോ ഡ്യൂറേഷൻ ഉണ്ട്, അതെല്ലാം നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം. 0 days 15 ദിവസമാണ്. 15 ദിവസവും മറ്റത് 7 ദിവസം. അതിൻ്റെ അടുത്തത് 4 ദിവസം. അതിൻ്റെ അടുത്തത് 5 ദിവസം. ഈ സംഭവമാണ് നമ്മൾ ഇവിടെ ചേഞ്ച് ആക്കുന്നുള്ളത്. 2 ദിവസം, 8 ദിവസം, 2 ദിവസം, 3 ദിവസം, 5 ദിവസം, 6 ദിവസം, 2 ദിവസം, 0. ഓക്കെ, അതായി. ഇനി വേണ്ടത് പ്രൊസീഡേഴ്സ് ആണ്. അത് നമുക്ക് നേരെ ചെയ്തുകൊണ്ട് പോവാം. 0. ഓക്കെ, ഒരു മിനിറ്റ്. 0 കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒന്ന് ക്ലിക്ക് ആക്കേണ്ട ആവശ്യമില്ല. 1 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 1,4, 3 കൊടുക്കാം, 4,5 കൊടുക്കാം, 7,8 കൊടുക്കാം, 6 കൊടുക്കാം, 9,10 കൊടുക്കാം, 11 കൊടുക്കുക, 12 കൊടുക്കുക. അപ്പം ഓൾമോസ്റ്റ് എല്ലാം ആയി. നമ്മളിതെല്ലാം ചെയ്ത് അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കോ. ഇതിൽ നമുക്കിപ്പോൾ എല്ലാം വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചാർട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്നിപ്പ് ഒരു ടൂൾ എടുക്കുക, അത് ചെയ്യുക. പിന്നെ ആദ്യം റൈറ്റ് ക്ലിക്ക് നിൽക്കുക, ഷോ ഹൈഡ് വയർ എടുക്കുക, ഹൈഡ് ബാർ സൈറ്റ് എടുക്കുക. അതിൽ ക്രിട്ടിക്കൽ ടാസ്ക് ക്ലിക്കാക്കി നമുക്ക് ആ ക്രിട്ടിക്കൽ ടാസ്കും കൂടി കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിന് എന്തെല്ലാം അതിന് കിട്ടുന്നത് വ്യൂസിലേക്ക് പോവുക. നെറ്റ്വർക്ക് ഡയഗ്രാം ക്ലിക്കാക്കിയെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ സെറ്റപ്പ് കിട്ടും. സ്റ്റാർട്ട് ദ പ്രൊജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാമായിട്ട് ഫുള്ളും കിട്ടുക. ഇത്രയാണ് MS പ്രൊജക്റ്റ് ഉള്ളത്. ഓക്കെ.